കുറേ വർഷത്തിന് മുമ്പ് നടന്ന ഒരു കാര്യം പറയാം. അന്ന് ഞങ്ങളുടെ ഓഫീസിൻ്റെ സ്റ്റാഫ് റിട്രീറ്റിന് പോയ സമയത്ത് ഒരു ഡ്രൈവേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഡ്രൈവർമാരുടെ മാത്രം മീറ്റിംഗ്. അന്ന് ഞങ്ങൾ 100 ഡ്രൈവർ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം വൈകിട്ട് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഡ്രൈവർമാരെല്ലാവരും കൂടി ഇതുപോലെ നല്ല വെൽ ഡ്രസ്സൊക്കെ ധരിച്ച് മീറ്റിങ്ങിന് പോയി. അന്ന് കുറേ ആൾക്കാർ മീറ്റിംഗ് എടുക്കാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു. അന്ന് ഷോറൂമിൽ നിന്നുള്ള ആൾക്കാരും വരുന്നുണ്ടായിരുന്നു. വണ്ടിയുടെ ഷോറൂമിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മീറ്റിങ്ങിൽ ചെന്നപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടു, ഫ്ലെക്സിൽ അടിച്ചു വെച്ചൊരു ബോർഡ്. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരുന്നു, ഡ്രൈവേഴ്സ് മീറ്റ്. അത് ഞങ്ങൾ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. പിന്നെ ഒരു വല്ലാത്തൊരു ഫീലിങ്ങും തോന്നി. എനിവേ, ഞാൻ പറഞ്ഞ കാര്യം ഡ്രൈവർ, ഓക്കെ, പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ആണോ നിൻ്റെ ജോലി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ചില പറയാൻ തന്നെ മടിയാണ്. ഓക്കെ, മടിക്കണ്ട, നമ്മൾ ഡ്രൈവറാണ്. നമ്മൾ ഡ്രൈവറിന് ഈ ലോകത്ത് വിലയുണ്ട്, അതിൻ്റെതായ മാന്യതയുണ്ട്, കാര്യങ്ങളൊക്കെ. കാര്യം ഞാൻ പല മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയാം. പിന്നെ ഡ്രൈവർമാർക്ക് അതിൻ്റെതായ പ്രയാസങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും നിന്ദകളും കഷ്ടപ്പാടും ഉറക്കോളപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മളില്ലാതെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇപ്പോൾ ഒരു ഓഫീസിലായാലും ഒരു ഡ്രൈവർ വേണം. എവിടെ ആയാലും ഒരു ഫാക്ടറി തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയാൽ അത് നമുക്ക് കൊണ്ടുപോയി കൊടുക്കണ ഒരു ഡ്രൈവർ വേണം. ഒരു വീട്ടിൽ വാഹനം ഓടിക്കുന്ന ഈ വന്ന കാലത്ത് വീട്ടിൽ വാഹനം ഓടിക്കുന്ന ഒരാൾ ഉണ്ടായിരിക്കണം. അപ്പം ഇപ്പം നമ്മുടെ വിഷയം, ഇന്നത്തെ സബ്ജക്റ്റ് ഡ്രൈവറാണ്. ഡ്രൈവർ ആയതുകൊണ്ട് നിങ്ങൾക്കുണ്ടായ പ്രയാസങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ നേടിയ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ വന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഞാൻ ഈ വീഡിയോ ഇടുന്നത് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആകട്ടെ എന്ന് വിചാരിച്ച. ഈ ജോബിൽ ഒത്തിരി പ്രയാസങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ജോബ് കൊണ്ട് തന്നെയാണ് ഇന്ന് വരെയും ഞാൻ എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. ജോബിന് യാതൊരു കുഴപ്പമില്ല. ഓട്ടോ ഡ്രൈവർ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ട് കാണും, ഓട്ടോ ഡ്രൈവർ. നീ ഓട്ടോ ഓടിക്കുകയാണല്ലേ? ഓട്ടോ ഡ്രൈവർ. ടാക്സി ഡ്രൈവർ, അതുപോലെ ബസ് ഡ്രൈവർ, ബസ് ഓടിക്കുന്നവരെ. പിന്നെ ട്രക്ക് ഓടിക്കുന്ന ട്രക്ക് ഡ്രൈവർ, ട്രെയിലർ ഡ്രൈവർ. അങ്ങനെ നമുക്ക് ഒത്തിരി പേരാണ് കേട്ടോ, നിസ്സാരക്കാരല്ല നമ്മൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പല മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ട് നല്ല ഓപ്പർച്യൂണിറ്റിയും ഇതിനകത്തുള്ളൊരു ഈ ജോബിൽ നല്ല നല്ല വലിയ വലിയ ഓപ്പർച്യൂണിറ്റികൾ. വിദേശത്തൊക്കെ പോകാം, യൂറോപ്പിലൊക്കെ പോകാം, പല പല കൺട്രികളിൽ പോകാം. ഇന്ത്യ തന്നെ നമുക്ക് ഗവൺമെൻറ് ജോലി, ഡ്രൈവറായിട്ട് നമ്മൾ നല്ല കണക്ക് അത്യാവശ്യം പഠിച്ചവരൊക്കെ ആണെങ്കിൽ, നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഗവൺമെൻറ് ജോലി കിട്ടും. നമുക്കറിയാലോ, എൻ്റെ കൂട്ടുകാരൊക്കെ ഗവൺമെൻറ് ജോലിയിലുണ്ട് നാട്ടിലൊക്കെ, കേരളത്തിൽ. അപ്പോൾ നിസാരമല്ല, ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ഞാൻ പറയട്ടെ ഒരു തമാശ രീതിയിൽ, കാര്യം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സീരിയസ് മാത്രം പറഞ്ഞിട്ടിരുന്നൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വന്നല്ലോ ഡോക്ടർ. ചിലരൊക്കെ പറയുന്നുണ്ട്, ഇവനെ ആരാ ഡോക്ടറാക്കിയത്? നമ്മൾ ഡോക്ടറൊന്നുമല്ല, ഒരു പേര്, ചാനലിനൊരു പേരിട്ടാണ് ഡോക്ടർ ഡ്രൈവിംഗ് എന്നുള്ളത്. പിന്നെ ഡ്രൈവിങ് കുറേ വർഷമായി ചെയ്യുന്നു. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളും 30 വർഷം, 35 വർഷം, 40 വർഷം ഒക്കെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്തുവാ, ഈ ജോബിനെ കുറിച്ച് നമുക്ക് പറയാൻ മടിക്കണ്ട. നമ്മുടെ നല്ല ജോബ് തന്നെയാണ് ഡ്രൈവിംഗ്. ചില കമ്പനിയിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, ഡ്രൈവറായിട്ട് വന്നതുകൊണ്ട്. ഡ്രൈവറായിട്ട് ആ കമ്പനി വന്നതുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ട് വന്നത്. അല്ല, നമ്മൾ ഡ്രൈവറായി ആ ജോബ് സെലക്ട് ചെയ്തുകൊണ്ടല്ല. നമ്മൾ സെലക്ട് ചെയ്തല്ലേ നമ്മൾ ആ സ്വീകരിച്ച ജോബ് നല്ല ജോബ് തന്നെയാണ്. പിന്നെ ചില ഡ്രൈവർമാർക്ക് ചില കമ്പനികൾ വരുമ്പോൾ, അത് കേരളത്തിലായാലും ഇന്ത്യക്ക് വെളിയിലായാലും, അത് കമ്പനിയിൽ വന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ ജോബ് ഏറ്റെടുത്തത് കൊണ്ട് വന്ന ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ചിലപ്പോൾ 1-2 വർഷം 3 വർഷം ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് നമ്മൾ ഈ തൊഴിൽ നമ്മൾ സ്വീകരിച്ചത് കൊണ്ടല്ല, അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ തൊഴിൽ ജീവിക്കുന്ന അനേകരാണ്, നല്ല ശമ്പളത്തിൽ ജീവിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ, ഞാൻ വടക്കേ ഇന്ത്യയിലായിരുന്നപ്പോൾ വലിയ വലിയ കമ്പനികൾ ഇതുപോലെ കോട്ടും സൂട്ടും ടൈ ഒക്കെ കെട്ടിയാണ് പോയിട്ടുള്ളത് കേട്ടോ. അമേരിക്കൻ എംബസിയിൽ ഇൻ്റർവ്യൂ, കാനഡ എംബസിയിൽ ഇൻ്റർവ്യൂ, ഇവിടെയൊക്കെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രൗഡാണ് അവിടോട്ടൊക്കെ ചെല്ലുമ്പോൾ
മറ്റുള്ള ഡ്രൈവർമാരൊക്കെ വളരെ ടൈയൊക്കെ കെട്ടി കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഇങ്ങനെ വരും. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഇങ്ങനെ ചെറിയ കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പോയി നിൽക്കും. ഓക്കെ, ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്, നമുക്ക് ജോബ് കിട്ടിയിട്ടുമുണ്ട്, ജോബ് ഓഫർ വന്നിട്ടുമുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല. കാര്യം അതിനെക്കാട്ടും നല്ല ജോബിലായിരുന്നതുകൊണ്ട് ആ ജോബൊക്കെ നമ്മൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ഡ്രൈവിംഗ് എന്ന് നമ്മളെ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡ്രൈവറെ നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ പ്രയാസം ഉണ്ടാകാം. പക്ഷേ അതിൻ്റെ കാര്യമില്ല, നല്ല ജോബാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാട്ടെ. നിങ്ങൾ ഡ്രൈവർ ആയിരിക്കുന്നതുകൊണ്ട് കുറേ വർഷങ്ങളായവരുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രൈവിങ്ങിലേക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ യൂത്തായിരിക്കുന്ന ഒത്തിരി പേര് ഡ്രൈവിങ്ങിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അത് ഈ ചാനൽ വഴി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 25 വയസ്സുള്ളവർ, 20 വയസ്സുള്ളവർ, ഹെവി ലൈസൻസ് എടുത്ത് വെളിയിലും വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ, ഇത് പഠിക്കുന്നവരും, ട്രailerൻ്റെ ട്രെയിനിങ്ങിന് പോകുന്നവർ, ട്രailer ലൈസൻസ് എടുക്കുന്നവർ, അതുപോലെ കാറ് പഠിക്കാൻ പോകുന്നവർ, ഡ്രൈവിങ് പഠിക്കാൻ പോകുന്നവർ ഒക്കെ ഒത്തിരി പേരാണ്. പ്രത്യേകിച്ച് ജോബിലേക്ക്, ട്രailer ജോബിലേക്ക് ഒത്തിരി പേര് വരുന്നുണ്ട്. ട്രക്ക് ഡ്രൈവർ ജോബിലേക്കൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ഇഷ്ടത്തോടെയാണ് അവർ വരുന്നത്. പിന്നെ നമുക്ക് പഴയ കാലത്ത് ഓർക്കുന്നു, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വർക്ക്ഷോപ്പിലൊക്കെ പോയി കുറച്ചാൾ വർക്ക്ഷോപ്പ് പണിയൊക്കെ എടുത്തു. പിന്നെ ഡ്രൈവിങ്ങിലേക്ക് വന്നു. ജോബ് കിട്ടാൻ എളുപ്പമുള്ളൊരു പണിയാണ്. നമ്മളെപ്പോലുള്ള വലിയ പഠിക്കാൻ ബുദ്ധിയില്ലാത്തവർക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പച്ചയായങ്ങ് പറയാം. നമ്മളെപ്പോലുള്ളവർക്ക് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഇല്ല, പഠിക്കണ്ട, അല്ല വേറെ ഓരോ കാര്യത്തിലൊക്കെ നമുക്ക് ടെക്നോളജി പരമായി വണ്ടി പൊളിക്കാനും വണ്ടി ഓടിക്കാനും അങ്ങനെ വണ്ടി മെക്കാനിക്സ് ചെയ്യാനും ഇലക്ട്രിക് പരമായിട്ടുള്ള കാര്യങ്ങളും, പിന്നെ അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് ദൂരെയൊക്കെ വണ്ടി പോകണം, ലോങ് ഡ്രൈവിന് പോകണം, അല്ലെങ്കിൽ വലിയ വലിയ വേറെ കമ്പനികളിൽ ജോബിന് പോകണം, അല്ലെങ്കിൽ വണ്ടി തന്നെ വണ്ടി തന്നെ ലൈഫാക്കി മാറ്റിയവരുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഈ ജോബ് തിരഞ്ഞെടുക്കും. പെട്ടെന്ന് നമ്മുടെ പഠിത്തം കഴിഞ്ഞ ഉടനെ അതാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാം. കൂട്ടുകാർ പറയാടാ, ഡ്രൈവറായിട്ട് പെട്ടെന്ന് ജോലി കിട്ടും, കുടുംബത്തെയൊക്കെ നോക്കണ്ടായോ, നീ പഠിച്ചിട്ടെന്തോ കാര്യം, അല്ലെങ്കിൽ പിന്നെ ഫെയിലായി, ഇനി നീ പഠിക്കാൻ പോകണ്ട, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ നിനക്ക് ലൈസൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യാം, ലൈസൻസ് എടുത്ത് നീ ഡ്രൈവറാവും, മറ്റേ കമ്പനിയിൽ ഞാൻ കയറ്റി വിടാം, അല്ലെങ്കിൽ നമുക്ക് എൻ്റെ കമ്പനിയിൽ നിനക്ക് വരാം, എവിടെ ജോലി ഇല്ലാതിരിക്കുന്ന എന്തിനാ. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടുന്നൊരു ഇതാണ് ഡ്രൈവിംഗ്. പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടും. നമുക്കിപ്പോൾ മുന്നോട്ട് വേറൊന്നും പഠിച്ചിട്ടും ജോലിയൊന്നും കിട്ടിയില്ല, പിന്നെ ഡ്രൈവിംഗ് പഠിച്ച്, അല്ലെങ്കിൽ നമ്മൾ കണ്ടക്ടറായിട്ട് കുറച്ചാൾ സൈഡായിട്ട് പോയി, ക്ലീനറായിട്ട് പോയിട്ട്, പിന്നെ നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ലൈസൻസ് ഒക്കെ എടുത്ത് വണ്ടി ഓടിക്കുന്ന അനേകരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ഫീൽഡിൽ ഒത്തിരി നിന്നയും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിക്കുന്നവരുണ്ട്. ഇപ്പോഴും ഞാനും പ്രയാസങ്ങളൊക്കെ ഇത് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇത് സൂപ്പറാണ്. കാര്യം നമുക്കൊരു ഫ്രീഡം, ഈ ജോബിലേക്ക് നിങ്ങൾ വരുന്നെങ്കിൽ നമുക്കൊരു ഫ്രീഡം ഉണ്ട്. ഈ ഡ്രൈവിംഗ് ലൈഫിൽ നമുക്കൊരു ഫ്രീഡം ഉണ്ട്. പിന്നെ ഏത് മേഖല എടുത്താലും ഡ്രൈവർ ഇല്ലാതെ ഒരു കാര്യം നടക്കത്തുമില്ല. ഞാൻ പറഞ്ഞ ശരിയല്ലയോ? ഓക്കെ, അപ്പോൾ ആയിക്കോട്ടെ, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഡ്രൈവറിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. നിങ്ങൾ അതിൻ്റെ കൂടെ കമൻറ്റ് ഇട്ടാട്ടെ, ഡ്രൈവറിൻ്റെ മീനിങ്. ചില രാജ്യങ്ങളിലൊക്കെ ഡ്രൈവേഴ്സ് ഡേ ഒക്കെ ഉണ്ട്, ഡ്രൈവേഴ്സ് ഡേ. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഡ്രൈവറിൻ്റെ മീനിങ് എന്താണ്? ഓക്കെ, അതൊക്കെ പറയാം. ഇത്ര കാര്യങ്ങൾ അറിയാം നമുക്കൊരു വണ്ടി ഓടിക്കുന്നത്, വണ്ടിയെ പറ്റി, അല്ലെങ്കിൽ വണ്ടിയുടെ മെക്കാനിസം പറ്റി, അതിൻ്റെ വണ്ടിയുടെ ഫുള്ള് പാർട്സിനെ കുറിച്ച് അറിഞ്ഞ് ഓടിക്കുന്ന ഒരാളെ നമുക്ക് ഡ്രൈവർ എന്ന് വിളിക്കാം. ഒരു മെക്കാനിസം, വണ്ടിയുടെ മെക്കാനിസം, അല്ല വണ്ടിയുടെ ടെക്നോളജി. ഓക്കെ, അതിനെ ഡ്രൈവ് ചെയ്യുന്ന കാര്യം. നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ആൾക്കാരുണ്ടല്ലോ, കമ്പ്യൂട്ടറിൽ വലിയ സ്പെഷ്യലിസ്റ്റുണ്ടല്ലോ, കമ്പ്യൂട്ടറൊക്കെ എല്ലാ കാര്യം കമ്പ്യൂട്ടർ അറിയാം. കാര്യം കമ്പ്യൂട്ടർ പഠിച്ചിട്ട് അതിൻ്റെ സകല കാര്യങ്ങളും അറിഞ്ഞ് അതിനെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ, കമ്പ്യൂട്ടറിസ്റ്റ്. അപ്പം നമ്മളും അതുപോലെ ഡ്രൈവിങ്, വണ്ടിയെ പറ്റി നമുക്ക് നല്ലവണ്ണം അറിയാം. എല്ലാ കാര്യങ്ങളും, വണ്ടിയുടെ കാര്യങ്ങൾ, അതിൻ്റെ ഫങ്ഷൻ, ഇഞ്ചൻ, ഗിയർ ബോക്സ്, സ്റ്റീറിങ്, വീല്, ടയറ്, ഹബ്ബ്, കാര്യങ്ങൾ എല്ലാം, അതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ പ്രവർത്തനം, ഇഞ്ചിൻ്റെ പ്രവർത്തനം, ഗിയർ ബോക്സിൻ്റെ പ്രവർത്തനം, ഇതൊക്കെ അറിഞ്ഞ് വാഹനം ഓടിക്കുന്ന ഒരാളെ നമുക്ക് ഡ്രൈവർ എന്ന് വിളിക്കാം. ഓക്കെ, അല്ലെ ഒരു ട്രെയിനർ എന്ന് വിളിക്കാം, അല്ലെ ഒരു കോച്ചെന്ന് നമുക്ക് ഡ്രൈവറെ വിളിക്കാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇനി പറഞ്ഞാട്ട്. അപ്പം നിങ്ങളുടെ കമൻറ്റുകളെ പ്രതീക്ഷിക്കുന്നു. ഈ ജോബിലേക്കൊക്കെ വരുന്നവർക്ക് സ്വാഗതം. ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് പ്രയാസം തോന്നുന്ന കാര്യമില്ല. ഓരോ ജോബുകൾ മാറ്റിപ്പിടിക്കുക, ഒന്നും നിൽക്കാതെ ഇതിൻ്റെ പുതിയ ഓപ്ഷനുകളിലേക്ക് നിങ്ങൾ പോവുക. ട്രക്ക് ഡ്രൈവറായിട്ട് വന്നാലും നിങ്ങൾ വണ്ടി ഓടിക്കാൻ ഇറങ്ങിയാൽ അതിൽ തന്നെ നിന്ന് പോകാതെ വേറെ ഓരോ ഓപ്പർച്യൂണിറ്റി, വേറെ ഓരോ കൺട്രിയിലൊക്കെ പോകാൻ നോക്കുക, പഠിക്കുക, വണ്ടിയെ പറ്റി കൂടുതലായി പഠിക്കുക. അതുപോലെ സ്വന്തമായി ബിസിനസ് ചെയ്യുക, വണ്ടി എടുക്കാം, സ്വന്തമായി ബിസിനസ് ചെയ്യാം. അതിനെക്കുറിച്ചൊക്കെ
ചിന്തിക്കുക, പൈസ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ആയിക്കോട്ടെ, പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.